ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ടേസ്റ്റ് ബഡ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ കോളിഫ്ലവർ. അപ്പോൾ കോളിഫ്ലവർ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഇതുപോലെ ലീഫ് കിട്ടില്ല, വീട്ടിൽ കൃഷി ചെയ്യുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ വളരെ നല്ലൊരു ഡിഷാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമുക്കധികം സമയമൊന്നും കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് കോളിഫ്ലവറിൻ്റെ ഇല വെച്ചുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കോളിഫ്ലവറിൻ്റെ ഇല മാത്രം ഉപയോഗിച്ച് തോരൻ വെക്കാം. ഇതിൻ്റെ ഈ തണ്ടില്ല, ആ തണ്ട് ഉപയോഗിച്ച് നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അപ്പം നമ്മൾ കോളിഫ്ലവർ ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അത് കറി വെച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഇലയാണ്. അപ്പോൾ നമ്മളിത് വീട്ടിൽ കൃഷി ചെയ്യുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ലീഫ് കിട്ടാൻ സാധ്യതയുള്ളൂ കേട്ടോ. അല്ലാത്തൊരു കോളിഫ്ലവറിൻ്റെ കൂടെ 1-2 ഇലയെ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 1-2 ഇലയെ കിട്ടത്തുള്ളെങ്കിൽ പോലും അതിൻ്റെ ഈ തണ്ടെടുത്ത് നമുക്ക് ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കാം. തക്കാളിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ നമുക്ക് തീയിൽ വെക്കാനും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിന്ന് കാണിക്കുന്നത് കോളിഫ്ലവറിൻ്റെ ഈ ഇല വെച്ചുള്ളൊരു തോരനാണ്. അപ്പോൾ ഞാനൊരു ഒരു കോളിഫ്ലവറിൻ്റെ ബഞ്ച്, അതായത് നമ്മളൊരു കോളിഫ്ലവറിലുണ്ടാകുന്ന ആ ഒരു എത്രയും ലീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. ഞാൻ ഓരോ ഇല അടത്തിയെടുത്ത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചീരയൊക്കെ അരിയുന്ന പോലെ ഒതുക്കി പിടിച്ച് കുനുകുനാന്ന്, അതായത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോരൻ വെക്കുമ്പോഴും തണ്ടോട് കൂടെ തോരൻ വെക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഇല മാത്രം തോരൻ വെച്ചിട്ട് തണ്ട് മാത്രം നിങ്ങൾക്ക് തീയിൽ വെക്കും, ഇല്ലെങ്കിൽ സാമ്പാറിനകത്ത് ഇടാം, ഇല്ലെങ്കിൽ തക്കാളി ഉള്ളിയൊക്കെ കൂടെ ചേർത്ത് ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കാൻ ഒത്തിരി വെറൈറ്റി ഒരു ഡിഷ് ഉണ്ടാക്കാം. മെഴുക്കുവരട്ടി വരെ ഉണ്ടാക്കാം ഇതിൻ്റെ തണ്ട് ഉപയോഗിച്ച് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു അരിവിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാമേ. ഇനി നമുക്കിത് ഞാൻ ഫുള്ള് കുനുകുനാന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായുള്ള എരിക്ക് പച്ചമുളക് ചേർക്കണം. അപ്പോൾ ഞാൻ അധികം എരിയില്ലാത്ത 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഞാനൊരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായി വരട്ടെ. നമ്മൾ സാധാ തോരൻ ചെയ്യുന്ന പോലെ തന്നെയാണ് തോരൻ ഉണ്ടാക്കുന്നത് കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുക്ക് ചെയ്യുമ്പോൾ വേറൊരു മണമോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ശരിക്കും പച്ചച്ചീര നമ്മൾ തോരൻ വെക്കുമ്പോഴുള്ള ആ സ്മെല്ലില്ല, അതേ സ്മെല്ല് തന്നെയാണ്. അപ്പം സ്മെല്ലുകൊണ്ട് ടേസ്റ്റ് കൊണ്ട് ഒന്നും ഒരു ചോറപ്പോ ഒരിതുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായപ്പോൾ ഞാൻ അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പം നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണം എടുക്കുക, ഇല്ലെങ്കിൽ ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതെടുക്കാം. ഞാൻ ചെറിയൊരു സവാള ചെറുതായി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ തോരൻ ആവശ്യമായി തേങ്ങ തിരുമ്മിയതും കൂടെ ചേർക്കാൻ കേട്ടോ. ഞാൻ മിക്സിയുടെ ജാറിലാണ് തിരുമാറുള്ളത്, അതുകൊണ്ടാട്ടോ അങ്ങനെ ജാറിൽ നിന്നിട്ടത്. അതായത് ചതയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ തിരുമ്മിയെടുത്താൽ മാത്രം മതി. അപ്പോൾ തേങ്ങ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ തേങ്ങ ചൂടായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഇലയും കൂടെ ഒന്ന് ചേർക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കടുക് പൊട്ടിയതിന് ശേഷം ഇലയും തേങ്ങയും കൂടെ ഒരുമിച്ച് വേണമെങ്കിലും ചേർക്കാം. തേങ്ങ ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നും ഇല്ല കേട്ടോ. പക്ഷേ എന്നാലും തേങ്ങയുടെ ആ പച്ചമണം മാറിയതിന് ശേഷം നമ്മളിപ്പോൾ ഈ കോളിഫ്ലവറിൻ്റെ ഇലയും നല്ല ഏത് തോരൻ വെക്കുമ്പോഴും അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടെ വേണമെന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. പിന്നെ ഇലത്തോരനായതുകൊണ്ട് ഞാൻ പിന്നെ കരിയാപ്പില ഇടുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കരിയാപ്പില വേണമെങ്കിലും ഇടാം. ഇപ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കറിയാം ഇല പെട്ടെന്ന് വേകും. പിന്നെ ചെറിയ തണ്ടും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഒത്തിരി ടൈമൊന്നും എടുക്കില്ല കേട്ടോ. ഇല വേകുന്നതിനോടൊപ്പം തന്നെ ഈ കോളിഫ്ലവറിൻ്റെ തണ്ടും പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല ശരിക്കും തുറക്കുമ്പോൾ നല്ല ചീരത്തോരൻ്റെ മണം തന്നെ കേട്ടോ വരുന്നത്. നല്ല ടേസ്റ്റാണ്, നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ ചിലവർ തോരനൊക്കെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നവരുണ്ട്, അങ്ങനെയുള്ളൊക്കെ അങ്ങനെയും ട്രൈ ചെയ്യാം. പിന്നെ പരിപ്പും നമുക്ക് ഈ കോളിഫ്ലവറിൻ്റെ ഇലയും വെച്ച് പരിപ്പ് ചാറ് കറി ഉണ്ടാക്കാം, അതും ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം. പിന്നെ നമ്മളെ സംബന്ധിച്ച് വീട്ടിൽ കോളിഫ്ലവർ കൃഷി ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഇല കിട്ടാനുള്ള ലഭ്യത കുറവുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. താങ്ക് യു.